ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ വീണ്ടും നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈ ട്രെയിൻ 3Dയിലും നമ്മൾ ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്തായാലും വന്നേക്കണത്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് ചുമയും കയറലൊക്കെ ഉണ്ട്, അതാണ് ചെറുതായിട്ട് ശബ്ദം എന്തായാലും ഇരിക്കണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഓക്കെ, ഇതിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കൺ കൊടുന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എന്നിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും പോയി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ വേറെ കാണുന്നുണ്ട് അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും പ്ലീസ് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോസുകളൊക്കെ ഇടണം. അപ്പോൾ എല്ലാവരും വീഡിയോസുകളൊക്കെ മറക്കാതെ കാണാം. വീഡിയോ എപ്പോൾ വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോസുകളൊക്കെ കാണാം. കിടുക്കാച്ച് സ്കൂൾ വീഡിയോസുകളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, കിടുക്കാച്ചായിട്ടുള്ള കൂൾ വീഡിയോസൊക്കെയാണ് നമ്മൾ ഇടുന്ന ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ വീഡിയോസൊക്കെ കാണാം. നൈസ് വീഡിയോസുകളൊക്കെയാണ്. ഓക്കെ, എല്ലാം പക്ക വേറെ ലെവലായിട്ടുള്ള ഹൈ ടോപ്പ് കൂൾ വീഡിയോസുകളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ഫണ്ണി ആയിട്ടുള്ളതും പിന്നെ വേറെ ഗെയിംസ് ആയിട്ടുള്ളതും. ഓക്കെ, ഈ ഒരു ചാനൽ കംപ്ലീറ്റ്ലി ഗെയിമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ എപ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു സ്റ്റോറി വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാനാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അകത്തൂടെ. ഓക്കെ, എന്താ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഭയങ്കര ബോറടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ പിന്നെ പുതിയതായിട്ട് എടുത്ത ഗൈസ് നമ്മുടെ മഹീന്ദ്ര താറിൻ്റെ റോക്സുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഉണ്ട് ഗൈസാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തത്. പിന്നെ നമ്മുടെ ഡിഫൻഡർ ഇപ്പുറത്ത് കിടപ്പുണ്ട്. ബാക്കി ബൈക്കുകളൊക്കെ ഉണ്ട്. നമ്മുടെ സൈക്കിളൊക്കെ അങ്ങ് നീക്കി വെച്ചേക്കാണ് ഗൈസ്. ഓക്കെ, R15 പിന്നെ ഡ്യൂക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ സ്വിഫ്റ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇത് പിന്നെ ഇവിടെ മഹീന്ദ്ര താർ റോക്സാണ്. ഓക്കെ, ഇതിവിടെ സെറ്റായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് അകത്ത് പോവാം ഗൈസ്. ഓക്കെ, ഇന്നിപ്പോൾ എന്താണെന്നാ ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും, നമുക്കാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ മഹീന്ദ്ര താറ് എടുത്തോണ്ട് നമുക്ക് നേരെ വെളിയിൽ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോവാം ഗൈസ്. ഓക്കെ, ഭയങ്കര ബോറടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അതുകൊണ്ടാണ്. ഓക്കെ, നല്ല രീതിക്ക് എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വെളിയിലോട്ടൊക്കെ ഇറങ്ങി പോവാം ഗൈസ്. ഓക്കെ, ഓക്കെ, നമ്മളങ്ങനെ ഗൈസ് നമ്മുടെ വണ്ടി എടുത്തോണ്ട് നമ്മൾ നേരെ വെളിയിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് അവിടെ വണ്ടി എടുത്തോണ്ട് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ, നമുക്കൊന്ന് എവിടെ പോവാം ഗൈസ്, അതാണ് ഞാൻ ആലോചിക്കണത്. നമുക്കൊന്ന് എവിടെ പോവാം? നമ്മുടെ ഇന്ത്യയിലും കളൊക്കെ അവർ കാണാനായിട്ടൊരു വലിയൊരു കിടുക്കാച്ച് ജുറാസി പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ജുറാസി പാർക്കിലോട്ട് അങ്ങ് പോവാം. ജുറാസി പാർക്കിലാണ് ഇഷ്ടംപോലെ ഡൈനോസറൊക്കെ ഉണ്ട്. ജുറാസി പാർക്കിലാണെങ്കിൽ കുറേ ഡൈനോസറിനെയൊക്കെ കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് ജുറാസി പാർക്കിലോട്ടോ, നല്ല രസമായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ജുറാസി പാർക്കിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ജുറാസി പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, ഈ ഒരു ജുറാസി പാർക്കിലോട്ട് നമ്മളാണെങ്കിൽ ഈ ഒരു ഗേറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നതാണ്. എൻ്റെ മോനെ നൈസ് ജുറാസി പാർക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യും, നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അകത്തൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഇന്ന് പിന്നെ എനിക്ക് ഓഫീസിലും കാര്യങ്ങളൊന്നും തന്നെ പോകണ്ട. ഓക്കെ, ഞാനാണെങ്കിൽ വലിയൊരു ഓഫീസിൽ കണക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നാണ് എനിക്ക് ഓഫീസിൽ പോകണ്ട. ഇന്ന് അവധിയല്ലേ, ഇന്ന് സൺഡേ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്നാണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ ഇറങ്ങിയതാണ്. ഓക്കെ, എൻ്റെ പൊന്നെ ഈ ജുറാസി പാർക്ക് എന്ത് അടിപൊളിയല്ലേ. ഓക്കെ, ഇവിടെ പിന്നെ വാഴ പോലത്തെ എന്തോ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ജുറാസി പാർക്കിൻ്റെ അകത്ത് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ ഡൈനോസറിനെ പോലും ഞാൻ
കണ്ടിട്ടില്ല. ഓക്കെ, അതാണ് പറയാനുള്ള ഒരു സത്യം. ഓക്കെ, ഒറ്റ ഡൈനോസറിനെ വെച്ചാൽ ഒറ്റ ഡൈനോസറിനെ പോലെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്ത് നമുക്കാണെങ്കിൽ നൈസായിട്ട് ഏതായാലും വല്ല ഡൈനോസർ വല്ല ഇവിടെ ഉണ്ടാകുന്ന നോക്കാം. നൈസായിട്ട് അങ്ങ് നോക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ വല്ല ഡൈനോസർ ഇവിടെ ഉണ്ടാ ഗൈസ്. ഡൈനോസർ ഉണ്ട്, എൻ്റെ പൊന്നെ ഡൈനോസർ ഉണ്ടടേ. എൻ്റെ പൈസ എന്തോന്ന് ഡൈനോസറടേ. പക്ഷെ അത് നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. അത് അങ്ങോട്ട് എന്തോണം പോണ. നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ ഒരു കുട്ടി ഡൈനോസർ ഉണ്ട്. ഓ ഗൈസ്, അത് നമ്മുടെ പുറകെ വരെയാണ്. ഓക്കെ, ഒരു കുട്ടി ഡൈനോസർ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ പുറകെ കിടക്ക് വരെയാണ്. ഓക്കെ, ഇവിടെ എന്തൊരു സാധനം കിടക്കണ്ടല്ലോ. അതെന്തോന്ന്. പക്ഷെ അത് നോക്കാൻ സമയങ്ങളല്ലോ ഈ കുട്ടി ഡൈനോസർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് ഈ സാധനത്തിനെ ഒന്ന് വളയ്ക്കാം. ഇതിനെ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അതിനെ വളച്ചിട്ട് പോയിട്ട് വരാം. അതെന്തോന്ന് സാധനം ഞാൻ ഇപ്പോൾ കണ്ടത്. ഡൈനോസറിൻ്റെ മുട്ടയാണോ? ആർക്കറിയാം. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ നൈസായിട്ട് തന്നെ വളച്ചിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ നേരെ അങ്ങോട്ട് ഓടിപ്പോയി കാണും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ സാധനത്തിൻ്റെ അടുത്ത് പോവാം. എന്തോ മുട്ട എന്തോ ആണെന്ന് തോന്നുന്നു കേസ്. ഓക്കെ, എന്താണെന്ന് നോക്കിയിട്ട് തന്നെ കാര്യം കേസ്. ഓക്കെ ഓക്കെ കേസ്, ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഡൈനോസർ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പം അതൊക്കെ വണ്ടിയുടെ അടുത്തോണ്ടിടാ, എന്നിട്ട് അതെന്തോളം നോക്കാം. ഓക്കെ കേസ്, ഇതെന്താണ് സാധനം? മുട്ടയാണോ? കാരണം നമുക്ക് തൊട്ട് നോക്കാം. ഇതെന്താണ്? എൻ്റെ അമ്മോ ഗൈസ്, ഇവിടെ എന്തോ കുഴപ്പമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ മുട്ടയിലൊന്നും ചെന്നാന്ന് തൊട്ടേ ഉള്ളൂ. എനിക്ക് വലിയൊരു ഷോക്ക് അടിച്ച്. ഇതെന്താണ് നടക്കണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതെന്താണ്? എൻ്റെ കൺട്രോളൊക്കെ ചെറുതായിട്ട് പോവുകയാണ്. എന്താ ഷോക്ക് അടിച്ചെനിക്ക്. അതെന്താണ് ഗൈസ്? ഒരു പിടിയുന്നില്ല. നമുക്കൊരു കാര്യം ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും ഇറങ്ങാം ഗൈസ്. ഈ ഒരു ജുറാസിക് പാർക്കിൽ നിന്ന് എന്തായാലും ഇറങ്ങിയിട്ടെന്നല്ല അത് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും ഗൈസ് ആ ഒരു ജുറാസിക് പാർക്കിൽ നിന്ന് ഫൈനലി ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, എനിക്ക് എന്താണ് സംഭവിക്കണേന്ന് ഒരു പിടിയില്ല. അല്ല, ഇതെന്താണ്? എന്റെ സൗണ്ട് ഇടയ്ക്ക് മാറണ. അയ്യോ, ഇതെന്താണ് ഗൈസ്? എന്താണ് സംഭവിക്കണേന്ന് അറിഞ്ഞൂടാ. ഞാനാണെങ്കിൽ വലുതായിട്ടൊക്കെ സൗണ്ടൊക്കെ എടുക്കുമ്പോൾ എൻ്റെ സൗണ്ടുകളൊക്കെ മാറുകയാണ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്താണ് സംഭവിക്കണേന്ന് അറിയണ. ഷോക്ക് അടിച്ചതിന് ശേഷമാണ്. അയ്യോ ഗൈസ്, ഇവിടെ ഫ്രാങ്ക്ലിൻ്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഷോക്ക് അടിച്ചതിന് ശേഷം സൗണ്ടിന് എന്തോ വ്യത്യാസമുണ്ട്. ചൊമ്പ് എന്തൊരു സൗണ്ടാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് നല്ല നൈസായിട്ട് എന്നാലും പോവാം കേസ്. ഓക്കെ, നല്ലൊരു ഡോക്ടറിനാ കാണിക്കണ. ഇതെന്താണ്? എൻ്റെ അമ്പോ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബോധം ഫുള്ള് കംപ്ലീറ്റ് പോയെന്തോണ്. ഫ്രാങ്ക്ലിൻ തന്നെ ബോധമില്ലാതാണ് വണ്ടി ഓടിക്കണത്. എൻ്റെ അമ്പോ, അതാണ്ട് പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടിയിലെതാണ്ട് ഇങ്ങനെയൊക്കെ ഓടിക്കണത്. എനിക്ക് 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 എല്ലാവരോടെയും ദേഷ്യമാണ്. എനിക്ക് എല്ലാവരോടെയും ദേഷ്യമാണ്. എനിക്ക് എല്ലാവരോടെയും ദേഷ്യമാണ്. ഞാനൊരു മണ്ടനാണ്. ഞാനൊരു പൊട്ടനാണ്. എനിക്ക് ഈ വണ്ടീന് വേണ്ട. എനിക്ക് എല്ലാം അടിച്ച് നശിപ്പിച്ച് എല്ലാം അവസാനിപ്പിക്കണം. ഞാനൊരു ഭ്രാന്തനാണ്. ഞാനാണ് ഫ്രാങ്ക്ലിൻ ഭ്രാന്തൻ. ഞാനൊരു ഭ്രാന്തനാണ്. ഞാനൊരു ഭ്രാന്തനാണ്. എനിക്ക് എല്ലാം നശിപ്പിക്കണം. ഇവിടെ ഇനി ഒന്നും വേണ്ട. ഈ ലോകമോ ഒന്നും തന്നെ വേണ്ട. എല്ലാം നശിക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഞാനും വേണ്ട. ഇന്നത്തോടെ തന്നെ എല്ലാം തീരണം. ഒന്നും വേണ്ട ഇനി ഈ ഭൂമിയിൽ ഒന്നും വേണ്ട. എല്ലാം ഇന്നത്തോടെ തന്നെ തീരണം. ഫസ്റ്റ് എൻ്റെ വീട്, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ എന്തായാലും ഗൈസ് എൻ്റെ വീട്ടിലും കാരണമൊക്കെ ഫൈനലി ഗൈസ് നമ്മളെന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോണേ എന്താ നിങ്ങൾ കണ്ടോ? ഇനി ഒന്നും തന്നെ വേണ്ട, ഒന്നും തന്നെ വേണ്ട.
ഈ ഒരു വീടേ വേണ്ട, ഇനി ഒന്നും തന്നെ വേണ്ട. എല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിക്കാൻ പോണേ ഞാൻ. ഇനി ഒന്നും വേണ്ട, ഒരു വണ്ടികളും വേണ്ട എനിക്കിനി. എല്ലാം ഇന്നത്തോടെ തന്നെ തീരാൻ പോണം. എല്ലാം തീരാൻ പോണം, എല്ലാം തീരാൻ പോണം, എല്ലാം തീരാൻ പോണം, എല്ലാം തീരാൻ പോണം. ഈ വീട് എല്ലാം പൊടിച്ചളയാൻ പോണം. ഒന്നും വേണ്ട ഇനി, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പോട്ട് കത്തട്ട് 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 കത്തട്ടെന്ന് കത്തട്ടങ്ങ്. അതങ്ങനെ തന്നെ അങ്ങ് പൊട്ടി ഫുള്ളങ്ങ് വെള്ളത്തിൽ പോട്ട്. അങ്ങനെ തന്നെ അതങ്ങനെ പോയി. പൊട്ടട്ട് പൊട്ടട്ട് പൊട്ടി തീർക്കട്ട്. ഈ വീടേ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇന്നത്തോടെ എല്ലാം തീർക്കാൻ പോണം. ഈ ഒരു ഇന്ത്യ തന്നെ ഇനിയില്ല, എല്ലാം തീരാൻ പോണം. എനിക്ക് അതുവരെ പോകാനായിട്ട് ഈ വണ്ടി വേണം. പിന്നെ അത് കഴിഞ്ഞ് ഈ വണ്ടിയുടെ കാര്യം തീരുമാനം. ഈ താറ് എല്ലാം നശിക്കുന്നു. ഇന്നത്തോടെ എല്ലാം തീരും. ഞാനാണ് ഫ്രാങ്ക്ലിൻ പ്രാന്തൻ, ഞാനാണ് മെൻ്റൽ സൈക്കോയായ ഫ്രാങ്ക്ലിൻ. ഇന്നത്തോടെ എല്ലാം തീരും, എല്ലാ എണ്ണം തീരും. ഇന്നത്തോടെ എല്ലാ എണ്ണം തീരും. ഇനി ഒന്നും വേണ്ട ഇവിടെ. ഒരുത്തന്നാണ്ട് അവിടെ പോണ കണ്ടില്ലേ? ഇന്നത്തോടെ എല്ലാം തീരും. ഇന്നത്തോടെ എല്ലാം അവസാനിച്ച്. ഇനി ആരും വേണ്ട. ഇന്നത്തോടെ എല്ലാം തീർന്ന്. ഒരുത്തൻ താണ്ട പോണ്. അവനെ അടിച്ചിട്ട് തെറിച്ച് പോണ കണ്ട, അതേപോലെയാണ് പോയെ. അടിച്ചവൻ്റെ മണ്ട പോയി. അടുത്തവള് ഇവളെ അടിച്ച് എടുത്തിട്ട് അടിച്ചെറിഞ്ഞ്. ഇനി ഒന്നും വേണ്ട. ഫസ്റ്റ് ഇവിടെയുള്ള എല്ലാ എണ്ണത്തിനും ഞാൻ തീർക്കാൻ വേണം. അത് വണ്ടി പോട്ട് വേണ്ട, അത് പോട്ട്. ഇന്നത്തോടെ തന്നെ ഈ ഇന്ത്യ ഉൾപ്പെടെ എല്ലാം തീരാൻ വേണം, എല്ലാം കത്തിക്കാൻ പോണേ ഞാൻ. ഒന്നും വേണ്ട ഇനി, ഒന്നും വേണ്ട. അമ്മമാരും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പം എന്താണ് ചാവാത്ത? അവനും തീർന്നു. ഇനി അവൻ ഒന്നും വേണ്ട ഇനി, ഒന്നും വേണ്ട ഇനി, ഒന്നും വേണ്ട. അത് ഇവിടെ ഒരു കാറ്, ഇതും പോട്ട്. ഇനി എല്ലാ എണ്ണത്തിനെ അങ്ങ് തീർത്തുകളെ, എല്ലാ എണ്ണത്തിനെ അങ്ങ് തീർത്തുകളെ. എന്നിട്ട് ഞാനും കൂടെ അങ്ങ് തീരാവുന്നത്. അത്രേ ഉള്ളൂ. അതോടെ എല്ലാ എണ്ണവും തീരാവുന്നത്. അതിന് മുമ്പേ പോലീസുകാരൻ വന്നു വന്നാ. പോലീസുകാരന്മാരുടെ കാര്യം തീരുമാനമായി. നീയൊക്കെ ചത്തടേ പോലീസുകാരാ, നീയൊക്കെ തീർന്നടാ. നീയൊന്നും ഇനി ഇല്ല, തീർന്നടാ. നീയൊക്കെ തീർന്നടാ, നീയൊക്കെ തീർന്നടാ. പോലീസുകാരന്മാരാ, നീയൊക്കെ തീർന്നടാ. തീർന്നു, നീയൊക്കെ തീർന്നു. ഇനി വരട്ടെ, ഇനി വരട്ടെ. എത്ര പോലീസുകാരൻ വന്നാലും ശരി, ഈ ഫ്രാങ്ക്ലിൻ ഇന്നത്തോടെ തന്നെ ഈ ഇന്ത്യ ഉൾപ്പെടെ എല്ലാം കത്തിച്ച് വാരും. അതാണ് ഫ്രാങ്ക്ലിൻ്റെ പവർ അറിയടാ. എല്ലാം കത്തട്ടെ, എല്ലാം കത്തട്ടെ. പോലീസുകാരെ ഇനി വേണ്ട ഈ ഒരു സിറ്റിയിൽ തന്നെ വേണ്ട. ഇപ്പോഴാണ് പോലീസുകാർ. എല്ലാണം പോട്ടെ. ഇനി ഒരുത്തനും വേണ്ട. എന്നെ അടിക്കാറായടാ ഡാ, അത്രക്കായ? ഇതൊക്കെ അത്രേ ഉള്ളൂ. ആരും വേണ്ട ഇനി. പോടാ 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 വണ്ടി. എല്ലാ എണ്ണത്തിനും തീർക്കാൻ വേണം, ഒന്നും വേണ്ട ഇനി. പോലീസുകാരന്മാരെ എല്ലാ എണ്ണത്തിനും ഞാൻ തീർക്കാൻ വേണം. എനിക്കെന്താ ജാടേ, ഇപ്പം ശരിയായി തരാം. അവൻ്റെ ആൾക്കാരെ തന്നെ തീർത്തോളാം. എന്താണ് അവനക്കെന്താ ജാടയാ? പോലീസുകാരാ, നിൻ്റെ കാര്യം തീർന്നടാ. നിങ്ങളെല്ലാവരും തീർന്നു. ഞാനാണ് പ്രാന്തനായ ഫ്രാങ്ക്ലിൻ. ഏയ് ഫ്രാങ്ക്ലിൻ, ഞങ്ങളൊന്നും തന്നെ ചെയ്യല്ലേ, ഞങ്ങളൊക്കെ പാവങ്ങളാണ്, ഞങ്ങളൊന്നും തന്നെ ചെയ്യല്ലേ, ഞങ്ങളൊന്നും തന്നെ ചെയ്യില്ല, പ്ലീസ്. ഹേയ് ഫ്രാങ്ക്ലിൻ, നിങ്ങളൊരു നല്ലൊരു മനുഷ്യരാണ്, ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഒന്ന് പോടാ അവിടെ നിന്ന്. നീയൊക്കെ എൻ്റെ ആരാ? എൻ്റെ ആര്? എൻ്റെ അനിയനൊന്നുമല്ലല്ലോ. എന്നാ മിണ്ടാരി. അല്ലവനെ ഇന്നത്തോടെ പോലീസുകാരുടെ എല്ലാ എണ്ണത്തിൻ്റെ കാര്യം തീർന്നു. എല്ലാ എണ്ണത്തിൻ്റെ കാര്യം തീർന്നു. മുകളിൽ നിന്ന് ഫയർ ചെയ്യണോ? അത്രക്കായ? എടാ ഫ്രാങ്ക്ലിൻ, പ്ലീസ് ഞങ്ങളെ വെടിവെക്കല്ലേ. ഏയ് ഫ്രാങ്ക്ലിൻ, ഞങ്ങളെ വെടിവെക്കരുത്. ഏയ് ഫ്രാങ്ക്ലിൻ, ഞങ്ങളെ വെടിവെക്കരുതെന്നല്ലേ പറഞ്ഞ? ഏയ് ഫ്രാങ്ക്ലിൻ, ഞങ്ങളെ വെടിവെക്കരുത്.
ഞങ്ങൾ വെടി വെക്കരുത് പ്ലീസ് ഫ്രാങ്ക്ലിൻ. ഞങ്ങളൊക്കെ ജീവിച്ച് പോട്ടെ, ഞങ്ങൾക്ക് കുടുംബങ്ങളെ ഉള്ളതാണ്. ഹേയ് ഫ്രാങ്ക്ലിൻ, നിങ്ങൾക്ക് ഇനി ആരും ജീവിക്കേണ്ട ഇവിടെ. ഈ ഒരു സിറ്റി ഉൾപ്പെടെ ഈ ഭൂമി ഉൾപ്പെടെ തന്നെ എല്ലാം ഞാൻ കത്തിച്ച് ഞാൻ വാരാനായിട്ടാണ്. ഇനി ഒന്നും വേണ്ട ഇവിടെ. കണ്ട പോലീസുകാരൊക്കെ പറന്നടിച്ചാണ് പോടാ പോടാ പോടാ. നീയൊക്കെ എന്തിനടാ പോടാ. സിറ്റിയെ ഇനി ബാക്കിയില്ല. അപ്പോഴാണ് അവന് ഇവന്മാരെ മുമ്പിൽ ഞാനും കൂടെ എടുത്തിട്ട് ചാടി അങ്ങ് എൻ്റെ ജീവൻ അങ്ങനെ അവസാനിപ്പിക്കാൻ വേണം. പോലീസുകാരെ വന്ന് വണ്ടി കയറ്റ്. ഇവന്മാരെ കൊണ്ട് ഒരു ഉപയോഗമില്ലല്ലോ. അങ്ങനെ ഈ ഫ്രാങ്ക്ലിൻ്റെ ജീവൻ എന്നേക്കുമായി ഒരു വണ്ടിയുടെ അടിയിൽ കയറ്റി അവസാനിപ്പിക്കാൻ വേണം. പോലീസുകാരെ എന്നെ അങ്ങ് ഇടിച്ചിട്. ഇവനൊക്കെ എവിടത്തവന്മാരുടെ ഒന്ന് ഇടിച്ചിടാൻ പറയാമോ വയ്യ അവന്. ഫ്രാങ്ക്ലിൻ, ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ഇടിച്ചിടാൻ പറ്റത്തില്ല. നിങ്ങൾ വലിയൊരു നല്ലൊരു മനുഷ്യരാണ്. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇവിടെ പോലീസുകാരന്മാരെ പോടാൻ അങ്ങോട്ട്. ഇനി ഒന്നും നടക്കില്ല. എല്ലാ എണ്ണത്തിൻ്റെ കാര്യം തീർന്ന്. ഞാൻ ഏതെങ്കിലും ഒരു വണ്ടി കയറി തീരാനായിട്ട് പോവാണ്. ഇനി നിങ്ങളും തീരുന്നു ആയിക്കോ. എല്ലാ എണ്ണത്തിനെ ഞാൻ നശിപ്പിക്കാനായിട്ട് പോകണം. ഇനി ഒന്നും വേണ്ട. അവിടെ നിന്ന് ഒരു കാർ വരണം. അതെൻ്റെ ദേഹത്ത് കയറണം. എൻ്റെ ദേഹത്ത് കയറണം. വണ്ടി വന്ന് കയറ്. എന്നെ ഇടിച്ചിട്. ഇതെന്താണ്? ഒരു വണ്ടിക്ക് എന്നെ ഇടിക്കാൻ പറ്റണില്ല. ഈ പോലീസുകാരുടെ വണ്ടി പിന്നെ എന്തിനാണ് പറ. എനിക്കാകെ ദേഷ്യം വരണ. എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു ഇത് വെച്ച് ചാവാനായിട്ട് പോവാണ്. ഫ്രാങ്ക്ലിൻ, നിങ്ങൾ അങ്ങനെ പറയല്ലേ. നിങ്ങൾക്ക് എന്തോ ഒരു വൈറസ് പോലത്തെ എന്തോ ഒരു സാധനം നിങ്ങളെ ബോഡി കയറിയാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യല്ലേ. ഞങ്ങളെ ഒന്ന് ചെയ്യല്ലേ പ്ലീസ് ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ പ്ലീസ്, ഞങ്ങളെ ഒന്ന് ചെയ്യല്ലേ. പോലീസ് വണ്ടി പറഞ്ഞ പോലീസ് വണ്ടി എന്നെ ഇടിച്ചിട്. ഇവന്മാരെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, ഒന്നുമില്ല. പോലീസുകാരന്മാരെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ഇന്നത്തോടെയൊക്കെ നിന്റെ കാര്യം തീർന്നടാ പോലീസുകാരാ. നിന്നെ കൊണ്ടൊരു ഉപയോഗമുള്ള എന്നെ ഇടിച്ചിടാൻ വയ്യല്ലേ. അപ്പം ശരി തരാം. ഫ്രാങ്ക്ലിൻ, നിങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം. ഞങ്ങൾ കുറേ നേരമായിട്ട് വെടിക്കണ. നിങ്ങളുടെ കാര്യത്തിലാണടാ തീരുമാനമായ. എല്ലാ എണ്ണത്തിനും ഇന്നത്തോടെ ഞാൻ തീർക്കാനായിട്ടാണ്. ഫ്രാങ്ക്ലിൻ, ഇനി ഞങ്ങളെ കൊല്ലല്ലേ. ഞങ്ങളുടെ ഫോഴ്സ് ഏകദേശം തീരാറായി. ഓക്കെ, ചാവാൻ ടൈമായി. വണ്ടി കയറ്. എൻ്റെ കാര്യം തീർന്നടേ. ഓക്കെ ഗോയ്സ്, അപ്പോൾ ഗോയ്സ് ഞാനാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് വരെ ഒന്ന് എന്തായാലും പോവായിരുന്നു. ഓക്കെ, ചുമ്മാ ഗൈസ് ഒരു രസമൊക്കെ ഫ്രാങ്ക്ലിൻ്റെ അവിടെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം ഗൈസ്. അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ GTR എടുത്തുകൊണ്ട് ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പോകാനായിട്ട് പോവാണ്. ഓക്കെ, ആരും എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഇത് ആരാണ്? ഓക്കെ ഗൈസ്, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ക്യാപ്റ്റനാണ്. ഓക്കെ, ഈ ക്യാപ്റ്റൻ എന്താണ് ഇപ്പോൾ വിളിക്കണമെന്ന് ഒരു ഐഡിയ തന്നില്ല. നമുക്കെന്തായാലും ക്യാപ്റ്റനോടൊന്ന് സംസാരിച്ച് നോക്കാം. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നമ്മുടെ ഫോണും ഞാനൊന്നും എടുത്തില്ലായിരുന്നു. ഞാൻ നൈസോട് ഫോൺ എടുത്ത് ക്യാപ്റ്റൻ കുറേ പ്രാവശ്യം വിളിച്ചു. എന്താണ് സംഭവം നടക്കണം. അപ്പോൾ നൈസോട് ഫോൺ എടുത്ത് നോക്കാം. ഹലോ ക്യാപ്റ്റൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹലോ, ഞാനാണ് ക്യാപ്റ്റൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള. സാറേ, ഞങ്ങൾക്കാണെങ്കിൽ കാര്യം മനസ്സിലായി നിങ്ങൾ ക്യാപ്റ്റനാണെന്ന്. സാറേ എന്താണിപ്പോൾ വിളിച്ചത്? കാര്യം എന്താണ്? അതെ, നിങ്ങളുടെ ഒരു ഫ്രണ്ടല്ലേ ഫ്രാങ്ക്ലിൻ? അതെ. നിങ്ങളുടെ പേര് ലെസ്റ്റർ എന്നല്ലേ? എൻ്റെ പേര് ലെസ്റ്റർ എന്നാണ്. എടോ ലെസ്റ്റർ, നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ഫ്രാങ്ക്ലിൻ കുറച്ച് കുഴപ്പത്തിൽ ചെന്ന് ചാടി എന്തൊക്കെയോ പ്രോബ്ലമൊക്കെ പറ്റി ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കാണ്. അയ്യോ, എൻ്റെ ഫ്രണ്ടിന് ഫ്രാങ്ക്ലിൻ എന്തോ പറ്റി? അതെന്താണെന്നൊന്നും ഞങ്ങൾക്കൊരു പിടിയില്ല. എന്തോ ഒരു വൈറസ് പുള്ളിയുടെ ബോഡിയിൽ കയറി പുള്ളി ആകെ ഭ്രാന്തനെ പോലെ കുറേ പോലീസുകാരെയും കുറേ വണ്ടികളെയും എല്ലാത്തിനെയും കത്തിച്ചു വാരി. പുള്ളിയുടെ വീട് തന്നെ കത്തിച്ചു കളഞ്ഞു. അയ്യോ, ഈ ഫ്രാങ്ക്ലിൻ അതെന്തോ പറ്റി? അതെ, ദയവ് ചെയ്ത് ലെസ്റ്റർ നിങ്ങളൊന്ന് പ്ലീസ് ഒരു ഹോസ്പിറ്റലിലൊന്ന് വരും. ഒന്ന് ഫ്രാങ്ക്ലിൻ്റെ കൂടെ ഒന്ന് സംസാരിച്ച് നോക്ക്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങേരെ ഈ ഒരു ഭൂമി തന്നെ അങ്ങേരെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞത്. ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഒരു പിടിയും തന്നെ ഇല്ല ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്ത് പറ്റിയെന്ന് ഒരു ഐഡിയ ഒന്നുമില്ല. ഫ്രാങ്ക്ലിൻ്റെ എന്തൊരു വൈറസ് ഒന്ന് കയറി അവ ആകെ ഭ്രാന്തനെ പോലെ ആയിപ്പോയെന്നാണ് ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ പറഞ്ഞത്. നമുക്കൊരു കാര്യം, നമുക്കെന്തായാലും ഈ വണ്ടി കൊണ്ട് കത്തിച്ച് നേരെ എന്നാലും സിറ്റി ഹോസ്പിറ്റലിലോട്ട് പോവാം. അവിടെ അഡ്മിറ്റ് എന്നാണ് പറഞ്ഞത്.
ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ചാടിയിട്ട് പോലും അവൻ ചത്തില്ലെന്നാണ് പറഞ്ഞത്, അല്ലാതെ വിളിച്ചു ചോദിച്ചപ്പോൾ. അത് മാത്രമല്ല അവസാനം എന്തോ പറ്റി അടിച്ച് അവൻ്റെ ബോധം പോയി വീണ്. അവൻ എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് ആകെ പേടിയാവണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ് കേസ് ഫ്രാങ്ക്ലിൻ. ഓക്കെ, എൻ്റെ അമ്പോ അവനെന്തെങ്കിലും പറ്റുമോ എന്തോ. എൻ്റെ ദൈവമേ, ഫ്രാങ്ക്ലിനൊന്നും പറ്റില്ലേ. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സിറ്റി ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി നമ്മുടെ ഫ്രാങ്ക്ലിന് എന്താണ് കുഴപ്പമെന്നും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് നമ്മുടെ GTR-കളൊക്കെ ഇവിടെ എന്തായാലും പാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും അകത്ത് കാര്യങ്ങളൊക്കെ കയറി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിനെ കണ്ടിട്ട് എന്തായാലും വരാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലും കാര്യങ്ങളൊക്കെ ആയേക്കാണ്. നമ്മുടെ ഫ്രാങ്ക്ലിന് നല്ല സീരിയസ് കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു പണിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയേക്കണത്. പുള്ളിയുടെ ബോഡിയിലോട്ട് എന്തോ ഒരു ഷോക്ക് പോലത്തെ വലിയൊരു വലിയൊരു വൈറസുകളൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു വൈറസുകളൊക്കെ പടരും, അതുകൊണ്ട് തന്നെ സേഫ്റ്റിയൊക്കെ ഇട്ട് കുറേ ഡോക്ടറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് റിസർച്ചുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതെന്താണ് സംഭവം എന്ന്. സത്യം പറഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു മുട്ടയാണെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ തൊട്ടപ്പോഴാണ് അവനിങ്ങനെ പറ്റിയെന്നാണ് എന്തായാലും പറയണം. ഓക്കെ, കുറേയൊക്കെ അവർ റിസർച്ചുകളൊക്കെ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇനി ഞാൻ എന്തായാലും പറയാനായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ ഇന്ന് രാവിലെ എന്തായാലും ജുറാസി പാർക്കിലുകളൊക്കെ ചുമ്മാ കറങ്ങാൻ പോകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ വിളിച്ച് നമ്മളെ പറഞ്ഞു അവ ഈ അവസ്ഥയിൽ കിടക്കുകയാണെന്ന്. അപ്പോൾ അവരാണെങ്കിൽ ജുറാസി പാർക്കിൽ പോയപ്പം അവിടെയുള്ള ഒരു ഡൈനോസറിൻ്റെ മുട്ടയിലുകളൊക്കെ അവൻ നൈസായിട്ട് അറിയാതെ പിടിച്ചപ്പോൾ ഒരു ഷോക്ക് പോലെ അടിച്ച് 1 മണിക്കൂർ പോലും ആയില്ല. അപ്പം തന്നെ അവരൊരു ഫ്രാന്തനെ പോലെ പെട്ടെന്ന് അവൻ്റെ സൗണ്ടൊക്കെ മാറി ആകെ അവരൊരു ഫ്രാന്തനെ പോലെ നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ. അങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ അവൻ വണ്ടി ഓടിച്ച് എവിടൊക്കെയോ കൊണ്ടിടിച്ച് ഫസ്റ്റ് അവൻ്റെ വീട് ഫുള്ള് കത്തിച്ചിട്ട് ആൾക്കാരെ എല്ലാത്തിനും അവൻ കൊന്നു. ഓക്കെ, സത്യം പറഞ്ഞാൽ അവൻ നേരെ ഈ എന്നെ കൊല്ലാൻ വന്നതാണ് കേസ്. ഓക്കെ, അവൻ എന്തായാലും അവസാനമായിട്ട് ബോധമൊക്കെ പോയപ്പോൾ ഞാൻ ഇനി അടുത്ത് കൊല്ലാൻ പോണത് ലെസ്റ്ററിനാണെന്ന് എന്തായാലും അവൻ പറഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അവൻ എന്നെ കൊല്ലാനായിട്ട് വന്നതാണ് വണ്ടി എടുത്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും കൊന്ന് ആ കറക്റ്റ് ടൈമിന് പോലീസ് വന്നുകൊണ്ട് കുറേ പോലീസുകാരെ അവനെ കൊന്നു. ഓക്കെ, അങ്ങനെ അവിടെ വെച്ച് അവരവനെ പിടിച്ച് എന്തോ ഭാഗ്യത്തിനാണ് കേസ് നമ്മളെന്തായാലും രക്ഷപ്പെട്ടത്. ഓക്കെ, ലെസ്റ്ററിനെ കൊന്നിട്ടേ അവ അടങ്ങുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ ലെസ്റ്റർ സത്യം പറഞ്ഞാൽ ഞാനാണല്ലോ. ഓക്കെ, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കേസ്. അതേപോലെ തന്നെ അവിടെ ഫ്രാങ്ക്ലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വെച്ച് അവനൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആകെ മെൻ്റൽ പേഷ്യൻ്റായി പോയേക്കാണ് കേസ്. ഓക്കെ, അമ്മാതിരി സീനി കിടക്കുകയാണ് കേസ്. ഓക്കെ, അവന് ഒട്ടും തന്നെ വയ്യ. ഓക്കെ, അതുമല്ല ഒരു ബോധമല്ല, അവൻ ഒരു ബോധമില്ലാതാണ് അവൻ്റെ വീടൊക്കെ കത്തിച്ചുളഞ്ഞത്. അതുപോലെ എത്ര പോലീസുകാരെന്ന് അറിയാമോ അവൻ ഇഷ്ടംപോലെ പോലീസുകാരുടെ വണ്ടി അവൻ കത്തിച്ചുളഞ്ഞേ. അതേപോലെ തന്നെ അവൻ കുറേ വണ്ടികളൊന്നും അല്ലാത്ത ചെറുതായിട്ട് ഇടിച്ചിട്ട് അവനൊരു ഡാമേജും പറ്റിയില്ല. കുറേ പോലീസുകാർ അവനെ വെടിച്ചൊന്നും പറ്റിയില്ല. അതൊക്കെ വൈറസിൻ്റെ പണിയാണ്. അവസാനം വൈറസിൻ്റെ പവർ എന്തോ കുറഞ്ഞപ്പോൾ ഒരു പോലീസുകാരുടെ വണ്ടി ഒന്ന് ഇടിച്ചാണ് അവൻ്റെ ബോധം പോയത്. അപ്പോൾ ബോധം പോയതുകൊണ്ടാണ് ഇവർക്ക് അവനെ പിടിക്കാൻ പറ്റിയത്. ഓക്കെ, അവൻ്റെ പവറാണെങ്കിൽ കറക്റ്റായിട്ട് ഫില്ലാകുമ്പോഴാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അവന് വണ്ടിയെ തല കുത്തനെ ഈസി ആയിട്ട് മറിച്ചിടുന്ന പവർ വരെയുണ്ട്, പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ അവന് എടുക്കാൻ അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്ത് ആവുമെന്നൊന്നും ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് എന്നാലും പോയിരുന്നു. അവ ഇപ്പോൾ എന്തോ ഇതിലും കാലം കിടക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും കുറേ ടൈമുകളൊക്കെ എന്തായാലും വെയിറ്റിങ്ങളൊക്കെ ചെയ്ത് എന്തായാലും നോക്കാൻ കഴിയും നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്തെങ്കിലും പറ്റുമോ. ഓക്കെ, അവ ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എന്തായാലും കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്താലും നോക്കാം അവിടെ ഫ്രാങ്ക്ലിൻ നേരെ ആവുമെന്ന്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും പഴയതുപോലെ നോർമൽ ആയേക്കാണ് ഗൈസ്. ഓക്കെ, എനിക്ക് ഒട്ടും തന്നെ വയ്യായിരുന്നു. ഓക്കെ, കുറേ ഡോക്ടർമാർ കുറേ പേരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ പഴയതുപോലെ ഫ്രാങ്ക്ലിൻ ആക്കിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മെൻ്റൽ ഫ്രാങ്ക്ലിൻ ആയിരുന്നു ഗൈസ്. ഓക്കെ, ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. എന്തൊക്കെയോ മരുന്നൊക്കെ കുത്തിക്കയറ്റി അവസാനം ഒരു പവർഫുള്ളായിട്ടുള്ള ആൻറ്റിഡോട്ട് പോലത്തെ എന്തോ ഒരു സാധനം അതെൻ്റെ ദേഹത്ത് കുത്തിയിട്ട് ഇറക്കി 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെ എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫുള്ളായിട്ട് വൃത്തിയായൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഡോക്ടർ കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. ഇപ്പം എനിക്ക് കുഴപ്പം കാരണം തന്നെയല്ല, പക്ഷേ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു വൈറസുകളൊക്കെ എൻ്റെ ബോഡി കയറിയാണ്. നേരത്തെ നമ്മൾ ജുറാസി പാർക്കിൽ പോയപ്പോൾ ഒരു മുട്ട തൊട്ടില്ല കേസ്, അതാണ്. ഓക്കെ,
ഓക്കെ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, എന്തായാലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ എന്തായാലും അവിടെ എന്തായാലും നിപ്പുണ്ട്. നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, ഞാൻ അറിയാതെ അവനെ കൊല്ലാനായിട്ട് പോയി ഗൈസ്, അതാണ് വേറൊരു കുഴപ്പം. ഓക്കെ, ഞാനാണെങ്കിൽ അറിയാതെ എന്തായാലും അവനാണെങ്കിൽ കൊല്ലാനെന്തായാലും പോയി ഗൈസ് ലെസ്റ്ററിനൊക്കെ. പാവ ലെസ്റ്ററൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ അപ്പം തന്നെ എന്തായാലും ഓടി എന്തായാലും വന്ന് ഗൈസ്. ഓക്കെ, അതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് സംസാരിക്കാം. എടാ ലെസ്റ്ററേ, ആ എടാ ഫ്രാങ്ക്ലിന്, നിനക്ക് ശരിയായാടാ? ഓടാ, എനിക്കിപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലടാ ലെസ്റ്ററേ. ആ, എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ട. എന്തായാലും നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. രക്ഷപ്പെട്ടല്ലോ നീ. എടാ, ഞാൻ അറിയാതെ നിന്നെ കൊല്ലാൻ വന്നടാ, അതാണ് കുഴപ്പം. എൻ്റെ ഒമ്പോ, അതാണ് സീ, ജസ്റ്റ് മിസ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ചത്തേനെ നിൻ്റെ കൈ കൊണ്ട്. എടാ, നീ കാട്ടിക്കൂട്ടിയ വല്ല ബോധവും നിനക്ക് ഓർമ്മയുണ്ടാ? എടാ, നീ ഇഷ്ടം പോലെ പോലീസുകാരാണെ കൊന്നു കളഞ്ഞ. അത് മാത്രമല്ല, നിൻ്റെ മഹീന്ദ്ര താർ നീ എവിടെയൊക്കെയോ കൊണ്ട് കളഞ്ഞ. അത് മാത്രമല്ല, നീ പോലീസുകാരെ എല്ലാവരെയും കൊന്നു കളഞ്ഞ. അത് മാത്രമല്ല, നീ നിൻ്റെ വീടുൾപ്പെടെ എന്നെ കത്തിച്ചു കളഞ്ഞ. എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ വീട് കത്തിച്ചാ? പക്ഷേ എനിക്കിതൊന്നും പക്ഷെ ഓർമ്മയില്ലല്ലോ. എടാ ഫ്രാങ്ക്ലിന്, അത് എന്തോ ഒരു ആൻറ്റിഡോട്ട് പോലത്തെ എന്തോ സാധനം നിൻ്റെ ബോഡി കുത്തി കയറ്റിയപ്പം എനിക്ക് പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. അത് മാത്രമല്ല, എല്ലാം നോർമലാവും. ഓ, അതാണല്ലേ എടാ ലെസ്റ്ററെ. എന്താണല്ലോ ഞാൻ നിൻ്റെ ഇവിടെ സോറി ചോദിക്കണേടാ. സോറിയുടെ ലെസ്റ്ററെ, ഞാൻ അറിയാതെ നിന്നെ കൊല്ലാൻ വന്നല്ലോ, അതാണ്. ആ കുഴപ്പമില്ലടാ ഫ്രാങ്ക്ലിന്. ഓക്കെ, നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ എൻ്റെ വീട് അതേപോലെ തന്നെ കുറേ പോലീസുകാരെയൊക്കെ കൊന്നെന്നാണ് നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ പറയണത്. ഓക്കെ, എൻ്റെ പൊന്നെ, ഇവിടെ ആകെ സീനായേക്കാണ്. മിക്കവാറും എനിക്കെതിരെ കേസെടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് വേറെ കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഓക്കെ, എന്തോ ഒരു വിചിത്രമായിട്ടുള്ള എന്തോ ഒരു മുട്ടയാണ്. ഓക്കെ, അതിൽ തൊട്ടപ്പാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി വീഡിയോയും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരു മെൻ്റൽ ഫ്രാങ്ക്ലിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെന്തായാലും ഇപ്പോൾ എല്ലാവരും കണ്ടത്. അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യ്, പിന്നെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യ്, അതേപോലെ തന്നെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യ്. അപ്പോൾ എല്ലാവർക്കും ബൈ.